നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ്. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലേക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, റഷ്യ യുക്രൈൻ സംഘർഷവും ലഘൂകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിനകം യുക്രൈൻ പ്രസിഡന്റുമായി നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന വാർത്തയുമുണ്ട്. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. നിർണായകമായ മറ്റൊരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. അല്പസമയം മുമ്പ് ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് തുടക്കമായിട്ടുണ്ട്. ഈ ഉച്ചകോടിക്കിടെയായിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കുക. പ്രധാനമായും ഈ US തീരുവയുടെ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. ഈ ഇന്ത്യക്ക് ഇരട്ടി തീരുവ ഏർപ്പെടുത്താനുള്ള കാരണമായി പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതാണ്. അതിന് ഒരു കാരണമായി US പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതാകട്ടെ യുക്രൈൻ റഷ്യ യുദ്ധത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ റഷ്യക്ക് ഇതിലൂടെ പണം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി തന്നെ റഷ്യയുടെയും ഇന്ത്യയുടെയും ഉന്നത നേതൃത്വങ്ങൾ തമ്മിൽ പല തവണ ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഫോണിലും സംസാരിച്ചിരുന്നു. പ്രധാനമായും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, വ്യാപാര ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി മോദിയുമായി ഫോണിൽ സംസാരിക്കുകയും റഷ്യ യുക്രൈൻ സംഘർഷ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഈ രണ്ട് നേതാക്കളും പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമാധാന ശ്രമത്തിനായി ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം യുക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ചർച്ചകളിലൂടെ ഈ യുദ്ധത്തിന് പരിഹാരം കാണണമെന്നും സമാധാനം മേഖലയിൽ കാത്തുസൂക്ഷിക്കണമെന്നുമുള്ള നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ റഷ്യ യുക്രൈൻ യുദ്ധം, ഒപ്പം തന്നെ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച അത് ഏറെ വിജയം എന്ന് ഇരു രാജ്യങ്ങളും പിന്നീട് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. അതിർത്തിയിൽ സമാധാനം കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ സമസ്ത മേഖലകളിലും സഹകരണത്തിന് രണ്ട് രാജ്യങ്ങളുടെയും വികസനം മുൻനിർത്തിക്കൊണ്ട് ഉള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തിയിരുന്നു. പ്രത്യേകിച്ച് US തീരുവ അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിരുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.